ഹായ് എല്ലാവർക്കും സ്വാഗതം. രാത്രിയിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും അതിനെക്കുറിച്ചാണ്. ടീഗ.കോമിലെ ശ്രീ ഡി.ആർ. നായരുടെ ദ വിജിൽ ഓഫ് ദ മിഡ്നൈറ്റ് എൻസെമ്പിൾ എന്ന ലേഖനത്തിലെ ചില ചിന്തകളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈയൊരവസ്ഥ നമുക്ക് മിക്കവർക്കും നല്ല പരിചയമുണ്ടാകും അല്ലേ? കണ്ണും തുറന്ന് മുകളിലോട്ട് നോക്കിക്കിടക്കുന്ന ആ നിമിഷങ്ങൾ. ഉറക്കം മാത്രം എങ്ങോട്ടോ പോയിട്ടുണ്ടാകും. ആ നിശബ്ദതയിൽ നമ്മളും ആ റൂമിന്റെ സീലിംഗും തമ്മിൽ ഒരുതരം വാക്പോര് തന്നെ നടക്കുന്നുണ്ടാകും അല്ലേ? ഇതൊരു വ്യക്തിപരമായ പ്രശ്നം മാത്രമല്ല. ഇതൊരു തരം ഒളിച്ചുകളി പോലെയാണ്. ആ കളിയിൽ ഉറക്കം നമ്മളിൽ നിന്ന് സമർത്ഥമായി ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും അത് പിടിതരാതെ വഴുതിക്കളിക്കും. ആ ഒരു സമയത്ത് നമുക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ തോന്നും. ലോകത്ത് മറ്റെല്ലാവരും നല്ല സുഖമായി ഉറങ്ങുകയാണെന്നും നമുക്ക് മാത്രം എന്താണിങ്ങനെയെന്നും തോന്നിപ്പോകും. മറ്റുള്ളവരുടെ ആ സുഖമായ ഉറക്കത്തോട് നമുക്കൊരു ചെറിയ അസൂയയൊക്കെ തോന്നുന്ന നിമിഷങ്ങളാണവ. ഉറക്കത്തെപ്പറ്റി നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ കിട്ടാറുണ്ടല്ലേ? 8 മണിക്കൂർ നിർബന്ധമായും ഉറങ്ങണം, ശരീരത്തിന് നല്ല വിശ്രമം കൊടുക്കണം എന്നൊക്കെ. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? പുലർച്ചെ 2 മണിക്ക് ഈ നിയമങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. നമ്മുടെ ശരീരം അപ്പോൾ വേറെ ഏതോ ഒരു ലോകത്തായിരിക്കും. ഉറക്കം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും നമ്മളൊരു എളുപ്പവഴി തേടാൻ തുടങ്ങും. ഉറക്കത്തെ എങ്ങനെയെങ്കിലും തിരിച്ചുപിടിക്കാനുള്ള ആ ഒരു അന്വേഷണം നമ്മളെ പലയിടത്തും കൊണ്ടെത്തിക്കും. അങ്ങനെ നമ്മൾ പല വഴികളും തേടും. ഉറക്ക ഗുളികകൾ, പലതരം എണ്ണകൾ, സപ്ലിമെന്റുകൾ, പിന്നെ ചില പ്രത്യേക ശ്വാസമെടുക്കുന്ന ടെക്നിക്കുകൾ, അങ്ങനെ ലിസ്റ്റ് നീണ്ടുപോകും. ഇവയെല്ലാം നമുക്ക് നൽകുന്നത് ഒരേ ഒരു വാഗ്ദാനമാണ്: നല്ല സുഖമായ ഉറക്കം. പക്ഷെ ഇതിലൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, ഈ പരിഹാരങ്ങളെല്ലാം നല്ലൊരു ആശ്വാസം വാഗ്ദാനം ചെയ്യുമ്പോഴും പലപ്പോഴും നമുക്ക് കിട്ടുന്നത് മറ്റൊന്നാണ്. ഉറക്കം വരുന്നതും കാത്തുള്ള ഒരു നീണ്ട, മടുപ്പിക്കുന്ന കാത്തിരിപ്പ് മാത്രം. അപ്പോ ഇതാണ് ശരിക്കുള്ള ചോദ്യം. എന്തുകൊണ്ടാണ് ഉറക്കം നമ്മളിൽ നിന്നിങ്ങനെ അകന്നുപോകുന്നത്? എന്തൊക്കെയാണ് ഉറക്കത്തെ തടഞ്ഞു നിർത്തുന്ന ഘടകങ്ങൾ? നമുക്കതിന്റെ കാരണങ്ങളിലേക്കൊന്നു നോക്കാം. നമ്മുടെ ഉറക്കമില്ലായ്മയ്ക്ക് പിന്നില് ഒറ്റ കാരണമല്ല, അതൊരു ഓർക്കസ്ട്ര പോലെയാണ്. പല ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഈ അവസ്ഥയുണ്ടാകുന്നത്. അതിലെ ഓരോന്നിനും അതിൻ്റേതായൊരു പങ്കുണ്ട്. ആദ്യത്തെ കാരണം നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. ഉറക്കത്തെ സഹായിക്കുന്ന മെലാറ്റോണിൻ എന്നൊരു ഹോർമോണുണ്ട്. അതിന്റെ അളവ് ശരീരത്തിൽ കുറയുന്നത് ഒരു പ്രധാന കാരണമാണ്. ഇത് നമ്മുടെ ഉറങ്ങാനും ഉണരാനുമുള്ള ആ സൈക്കിളിനെ ആകെ താളം തെറ്റിക്കും. ഇനിയാണ് ഏറ്റവും രസകരമായ കാര്യം. പകൽ സമയത്തെ തിരക്കുകൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ മാറ്റിവെച്ച പല ചിന്തകളും ആശങ്കകളും രാത്രിയുടെ നിശ്ശബ്ദതയിൽ പതിയെ തലപൊക്കാൻ തുടങ്ങും. നമ്മുടെ മനസ്സ് ആ പഴയ കാര്യങ്ങൾ ഓരോന്നായി വീണ്ടും ഓർത്തെടുത്ത് വിശകലനം ചെയ്യാൻ തുടങ്ങും. പകൽ സമയത്ത് മറ്റു ബഹളങ്ങൾക്കിടയിൽ ഒതുങ്ങിപ്പോയിരുന്ന നമ്മുടെ ഉത്കണ്ഠകൾക്ക് രാത്രിയിൽ കൂടുതൽ ശബ്ദം കിട്ടും. ചെറിയ ആശങ്കകൾ പോലും രാത്രിയിൽ വലിയ പർവ്വതം പോലെ നമുക്ക് തോന്നാൻ ഇതാണ് കാരണം. രാത്രിയുടെ നിശ്ശബ്ദതയിൽ നമ്മുടെ കേൾവിശക്തി വല്ലാതെ കൂടും. ഒരു ചെറിയ ശബ്ദം പോലും നമ്മളെ അസ്വസ്ഥരാക്കും. ഒരുപക്ഷെ അത് ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദമാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്വന്തം ഹൃദയമിടിപ്പ് പോലും. ആ നിശ്ശബ്ദതയിൽ ഓരോ ചെറിയ ശബ്ദവും വളരെ വലുതായി നമുക്ക് കേൾക്കാൻ തുടങ്ങും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ രാത്രിയിലെ കാവലിരിപ്പിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലോകമെമ്പാടും ദശലക്ഷക്കണക്കിന് ആളുകൾ ഇതേ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. ഇത് വളരെ സാധാരണമായ മാനുഷികമായ ഒരവസ്ഥയാണ്. അപ്പോൾ ഇതിനെന്താണ് ഒരു പരിഹാരം? ഉറക്കത്തോട് യുദ്ധം ചെയ്യുന്നതിന് പകരം ഉറക്കത്തിന് വരാനുള്ള ഒരു നല്ല സാഹചര്യം നമ്മൾ ഒരുക്കിക്കൊടുക്കുക. അതാണ് ലേഖകൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അതിന് കഠിനമായ ചിട്ടകളൊന്നും വേണ്ട, വളരെ സൗമ്യമായ ഒരു സമീപനം മതി. അതിനായി നമുക്ക് വളരെ ലളിതമായ ചില കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമതായി, മുറിയിൽ നല്ല ഇരുട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. പിന്നെ നേരിയ തണുപ്പുള്ള ഒരു അന്തരീക്ഷമുണ്ടാക്കാം. ഏറ്റവും പ്രധാനമായി, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് പോലുള്ള എല്ലാ സ്ക്രീനുകളും പൂർണ്ണമായും ഒഴിവാക്കുക. എന്നിട്ട് കണ്ണുകളടച്ച് സാവധാനം ദീർഘമായി ശ്വാസമെടുത്ത് പുറത്തുവിടുക. ഇത് മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ഒരുപാട് സഹായിക്കും. ഇതൊരു മാന്ത്രിക വിദ്യയൊന്നുമല്ല. ചിലപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഉറക്കം വന്നേക്കാം, എന്നാൽ ചിലപ്പോൾ വരില്ല. പക്ഷേ പ്രധാനം അതല്ല, ഉറങ്ങാൻ വേണ്ടി സ്വയം ഒന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുകയെന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ നമ്മൾ എത്തുന്നത് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്കാണ്. ഉറങ്ങാൻ ശ്രമിച്ചിട്ടും നടന്നില്ലെങ്കിലോ? അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഉത്തരം വളരെ ലളിതമാണ്. ഫലം എന്തുതന്നെയായാലും അതിനെ അങ്ങ് അംഗീകരിക്കാൻ പഠിക്കുക. ഉറക്കം കിട്ടിയാൽ അതൊരു ഉത്തരമാണ്. ഇനി അഥവാ ഉറക്കം കിട്ടാതെ നേരം വെളുക്കുകയാണെങ്കിൽ അതും ഒരു ഉത്തരമാണ്. ആ രാത്രിയിലെ നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലം ഉറക്കമില്ലായ്മയാണെങ്കിൽ അതിനെ അംഗീകരിക്കുന്നതിലൂടെ ഒരുതരം സമാധാനം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. രണ്ടും ജീവിതത്തിന്റെ ഭാഗമാണ്. ഈ വിവരണം ഇവിടെ അവസാനിക്കുമ്പോൾ ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരുന്നു. നിങ്ങളുടെ ഉറക്കമില്ലാത്ത രാത്രികൾ എങ്ങനെയുള്ളതാണ്?
നല്ല കൂർക്കം വലിച്ച് സുഖമായി ഉറങ്ങുന്ന ആളാണോ അതോ ചിന്തകൾ കൊണ്ട് ശബ്ദമുഖരിതമായ രാത്രികളാണോ നിങ്ങളുടേത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.